Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. മേഖലയിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പരിഹാര പ്രദക്ഷിണവും നടത്തി. കുണ്ടന്നൂർ ദേവാലയത്തിൽ നടന്ന ചടങ്ങിന് ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായാണ് ക്രൈസ്തവർ ലോകമെങ്ങും ദുഃഖവെള്ളി ആചരിക്കുന്നത്. മനുഷ്യന്റെ പാപമോചനത്തിന് ദൈവപുത്രൻ കുരിശിലേറിയ ദിനമാണ് ദുഃഖവെള്ളി. പീഡാനുഭവ വായന, കുർബാന, കുരിശിന്റെ വഴി, പരിഹാര പ്രദക്ഷിണം എന്നിവയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും ദേവാലയങ്ങളിൽ നടന്നു. ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് കുണ്ടന്നൂർ ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് ശുശ്രൂഷ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും 50 നോമ്പ് നോറ്റ് വിശുദ്ധിയോടെ ആചരിക്കുന്ന ക്രൈസ്തവർ ഈ ദിവസമാണ് ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിനമായി കണക്കാക്കുന്നത്. ഗാഗുൽത്താ മലയുടെ മുകളിൽ എത്തും വരെ യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളും യാതനകളും യേശുക്രിസ്തുവിന്റെ സഹനശക്തിയുടെ പര്യായമായാണ് കാണുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു തന്റെ അനുയായികളോട് അരുൾ ചെയ്ത കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലെ സഹനശക്തിയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമായാണ് കണക്കാക്കുന്നത്. കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിലെ പീഡാനുഭവങ്ങളുടെ വാഴ്ത്തിക്കൊണ്ടുള്ള കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ നിന്നും മുട്ടിക്കൽ സെന്ററിലെ കപ്പേളയിലേക്ക് പ്രാർത്ഥനയാൽ ഇടവക അംഗങ്ങൾ അണിനിരുന്ന പരിഹാര പ്രദക്ഷിണം നടന്നു. കൈക്കാരന്മാരായ ജോൺസൺ മേക്കാട്ടുകുളം, ജോസഫ് ചിറമൽ, റെജി ചെറുപത്തൂർ എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, കുണ്ടന്നൂർ.